ഇന്റർവെല്ലായിട്ടുണ്ട്. അരിയേ എന്താ അവസ്ഥ? കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് കൊള്ളാട്ടോ. വയലൻസ് വയലൻസ് ഇന്റർവെല്ലിൽ പഞ്ച് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നല്ല വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മലയാളം സിനിമയിൽ ഇതുവരെ കാണാത്ത വയലൻസ് ആണ്. അധികമാണ്. സംഭവമുണ്ട്, പറഞ്ഞ പോലെ തന്നെ ഐറ്റം ഉണ്ട്, പക്ഷെ ഇല്ലാത്ത മേക്കിംഗ് ആണ്. ന്യൂവിൻ്റെ ഒക്കെ പവർ അല്ലേ, ഇടിച്ചടിച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിലെല്ലാവരും ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ബി ജി എം അടിപൊളിയാണ്. ഇതായുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് വാച്ച് ചെയ്ത് വരുന്നത് നന്നായിരിക്കും. എന്തായാലും കണ്ടിട്ട് മാർക്കോ കണ്ടു തിരിച്ചെത്തി. ഫസ്റ്റ് ഡേ തന്നെ പോയതിൻ്റെ എല്ലാവിധ സാറ്റിസ്ഫാക്ഷനും പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടി. അത്രയ്ക്കും പവർ പാക്ക് ആയിട്ടുള്ള പടവും അതിനനുസരിച്ചുള്ള ഓഡിയൻസ്. എന്താ വൈബ് എന്നറിയോ? ഒരു ക്രൗഡിൽ ഒരു ഫുൾ ഹൗസ്ഫുൾ ഷോയിൽ നമ്മളിങ്ങനെ ഒരു പടം കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഡൽട്ട് സീൻസ്, വയലൻസ് റിലേറ്റഡ് ഒരുപാട് സീൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഭയങ്കര ഹൈപ്പ് കയറ്റിയപ്പോഴേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് നമ്മളുടെ രീതിയിലൊന്ന് കുറച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ 2024 ഒരു വിധം പടങ്ങൾ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഹൈപ്പ് മാത്രമേ ഉള്ളൂ, തിയേറ്ററിൽ അത് സംഭവം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ മാർക്കോ നമുക്ക് ലെസ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പടം നമ്മൾ കണ്ട് തുടങ്ങി ഒരു ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കും വേറെ ലെവല് രീതിയിലേക്കാണ് ഇതിൻ്റെ ഹൈപ്പ് പോയത്. കാരണം വയലൻസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ നമ്മൾ മലയാളത്തിൽ ഇറക്കുമ്പോൾ അതിന് നമ്മളൊരു ലിമിറ്റേഷൻ നമ്മളവിടെ കാണും. ഇത് ആ ഒരു ബൗണ്ടറി എല്ലാം ക്രോസ് ചെയ്ത് നമ്മുടെ ബോളിവുഡിലെ കില്ല്, അനിമൽ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതിൻ്റെയൊക്കെ അപ്പുറം വെക്കാൻ പറ്റിയ ഐറ്റം മോളിവുഡിൽ നിന്ന് ഇറക്കാൻ പറ്റിയ ഒരു നമുക്ക് കൊണ്ടിങ്ങനെ വെക്കാം നമ്മുടെ സൈഡിൽ നിന്ന് പിന്നെ മൂവി എന്ന് പറഞ്ഞിട്ട്. ഉണ്ണി മുകുന്ദൻ്റെ പെർഫോമൻസാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. ഇതുവരെ കണ്ടിട്ടുള്ള ഉണ്ണിയെ അല്ല ഇതിനകത്ത് കണ്ടേ. ഇപ്പം നമ്മളിപ്പം മാളികപ്പുറം, വിക്രമാദിത്യൻ അല്ലെങ്കിൽ ജയഗണേശൊക്കെ ഇറങ്ങിയ സമയത്ത് നമുക്ക് ഉണ്ണിക്കൊരു ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പോകും എന്നുള്ളൊരു ഫീൽ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ആ ബൗണ്ടറി എല്ലാം അങ്ങ് ക്ലോസ് ചെയ്ത് പുള്ളിയുടേതായുള്ള രീതിയിലുള്ള ഒരു സ്വാഗും ആറ്റിറ്റ്യൂഡും ഫൈറ്റ് സീക്വൻസൊക്കെ എന്ത് ഈസി ആയിട്ടാണ് പുള്ളി അത് ചെയ്യുന്നത്. ബോഡി ഫ്ലെക്സിബിലിറ്റി, ബോഡി റിവീലിംഗ് സീനല്ലാണ്ട് തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദൻ ഒരു ബെഞ്ച് മാർക്ക് ഇപ്പം ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. പുള്ളിയുടെ കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് മാർക്കോ എന്ന് പറഞ്ഞ മൂവി. ആക്ച്വലി ഇനി അങ്ങോട്ടായിരിക്കും പുള്ളിയുടെ ഒരു ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. പല ഇൻഡസ്ട്രിയിലും ഇനി കോൾ വരും ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് പ്രഭാസിൻ്റെ ഒക്കെ കൂടെ കൊണ്ട് നിർത്താൻ പറ്റിയൊരു ഐറ്റമാണ് ഈ പുള്ളിക്കാരൻ. സ്ക്രീനിങ് നിറഞ്ഞു നിൽക്കുക, ഒരു മാസ് കാണിക്കാൻ ഉദ്ദേശിച്ച് കോമഡി ആവുക എന്നൊക്കെ പറയില്ലേ, ഇത് അങ്ങനെയല്ല പരിപാടി. പുള്ളിയുടെ ചെറിയ നൈസിൽ കുറച്ച് സംസാരിക്കുന്ന ക്യാരക്ടറാണ്. അത് മതി, ആ ക്യാരക്ടറിന് അത് മതി. പക്ഷേ ഒന്ന് ഓവറായിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് താഴത്തേക്ക് വന്നാലോ ഇത് മൊത്തം പാളും. ഉണ്ണി അത് പെർഫെക്റ്റ്ലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു മാസ് ആക്ഷൻ ഹീറോ. ഇപ്പം നമ്മളിപ്പം പാൻ ഇന്ത്യൻ മൂവി എന്നൊക്കെ പറഞ്ഞ് കിങ് ഓഫ് കൊത്തയൊക്കെ ഇറക്കിയത്, അതിലൊക്കെ ഉദ്ദേശിച്ച സാധനം മോളിവുഡിൽ നിന്ന് നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. ഈ മൂവി നമുക്ക് എവിടെ കൊണ്ടും വയ്ക്കാം. ഇതാ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ മൂവി എന്ന് പറഞ്ഞിട്ട് അമ്മാതിരി ഐറ്റം വയലൻസ് അജാതി വയലൻസ്. അത് തന്നെ പ്രായഭേദമന്യേ ഉള്ള വയലൻസ്. എന്തായാലും നിങ്ങൾ കാണാൻ പോവുകയായിരിക്കും. കൂടുതൽ സ്പോയിലർ ചെയ്യുന്നത് ശരിയല്ല. നെഗറ്റീവ് ലീഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജഗദീഷ് ചേട്ടൻ, അതുപോലെ ഷമ്മി തിലകൻ്റെ മകനുണ്ട്, പിന്നെ കബീർ ദുഹാൻ സിംഗ്. പുള്ളിയുടെയൊക്കെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യില്ല. പുള്ളിക്കാരൻ ഒരു കട്ട വില്ലനീസ് എന്താ കാണിക്കാൻ പോവുകയാണ് എന്ന് പറയാൻ പാകത്തിനൊരു ഐറ്റം. നമ്മൾ ചില മൂവീസിൽ, മലയാളം മൂവീസിൽ തന്നെ കാണാറുണ്ട്, ഇങ്ങനെ നോർത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരും, എന്നിട്ട് കോമഡി പീസായിട്ട് തിരിച്ച് പറഞ്ഞയക്കുന്ന പോലെ. ഇതങ്ങനെയൊന്നുമല്ല.
പുള്ളി ചെയ്യുന്ന വില്ലനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫൊക്കെ ചോര കളിയാണ്. ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രൊഡ്യൂസറെ. കാരണം വെച്ച് കഴിഞ്ഞാൽ മലയാളം പോലൊരു ഇൻഡസ്ട്രിയിൽ ജാതി പ്യുവർ എ സർട്ടിഫിക്കറ്റ് വയലൻസ് സിനിമ ഇറക്കാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് പുതിയൊരു സാധനം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, ഇതുവരെ കാണാത്ത. ഞാൻ കയറിയ ഷോയിൽ ഫാമിലീസ് ഉണ്ടായിരുന്നു. ഫാമിലിക്ക് ഡൈജസ്റ്റ് ആവില്ല, അത് ഷുവറാണ്. കയറുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കയറുക, ലൈറ്റ് ഹാർട്ട് ആൾക്കാരെയൊക്കെ ഒഴിവാക്കുക. കാരണം ചില സീനുകളൊന്നും നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് സീനുകളാണ്, ചിലതൊന്നും നമുക്ക് ആക്സെപ്റ്റേ ചെയ്യാൻ കഴിയില്ല. സോ അതല്ലാത്തവരൊക്കെ മസ്റ്റായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക. കാരണം തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഐറ്റമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം BGM. മൂവിയിലെ BGM ശരിക്കും ഈ മൂവി സക്സസ് ആവാനുള്ള ഒരു കാരണമാണ്. KGFൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുള്ള രവി ബർസൂറാണ് മാർക്കോയ്ക്കും ചെയ്തിട്ടുള്ളത്. ട്രാക്കൊക്കെ വേറെ ലെവലാണ്. തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. വെറുതെ ആ മ്യൂസിക് തന്നെ നമ്മളിങ്ങനെ കൊണ്ടുപോകും. ടൈറ്റിൽ കാർഡ് തുടങ്ങുന്ന മുതൽ എൻഡ് ചെയ്യുന്നവരെ BGM എന്തൊക്കെയാണ് പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങ് മടുക്കില്ല. അത് തിയേറ്റർ വിട്ടു പോവില്ല. നമ്മൾ അങ്ങനെ പിടിച്ചെടുത്തുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നിന്ന് കത്തുക എന്നൊക്കെ പറയില്ലേ തിയേറ്റർ. നമ്മുടെ കൂടെ ഉള്ളവന്മാരൊക്കെ വൻ വൈബ് ടീംസ് ആയിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ പോയതുകൊണ്ട് പിള്ളേരൊക്കെ വേറെ ലെവലായിരുന്നു കേട്ടോ. ഭയങ്കര എനർജി പാക്ഡ് ആയിട്ടുള്ള തിയേറ്റർ ആയിരുന്നു. ചിലപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ടും കൂടി ആയിരിക്കാം മൂവി വല്ലാതെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡോൾബി 4K സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീനുകളിൽ തന്നെ പോകണം. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ചെയ്തു വെച്ചിരിക്കുന്ന BGM എന്ന് പറയുന്നത് ഇങ്ങനെ കിടന്നിങ്ങനെ കറങ്ങും. നമുക്കിവിടെ തിയേറ്റർ മുഴുവൻ കിടന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അടിപൊളിയായിട്ടുണ്ട് എല്ലാം, ഒന്നും പറയാനില്ല. ഉണ്ണി മുകുന്ദൻ ഹാസ് സെറ്റ് എ ബെഞ്ച് മാർക്ക്. റിയലി ഈ മുകുന്ദൻ ഇനി ഉറപ്പായിട്ടും നമുക്കിനി വലിയ വലിയ ഇൻഡസ്ട്രികളിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ. കാരണം ഇപ്പോൾ പ്രഭാസിൻ്റെ കേസൊക്കെ അറിയാമല്ലോ. സ്ക്രീനിൽ ചുമ്മാ വന്ന് നിന്നാൽ തന്നെ സ്ക്രീൻ അങ്ങ് നിറയും. ഡിനോസർ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ സലാറൊക്കെ ഇറങ്ങിയ സമയത്ത് ഉണ്ണി മുകുന്ദനൊക്കെ അവിടെ ഒരു സൈഡിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കും കേട്ടോ ഈ മനുഷ്യൻ. അമ്മാതിരി സ്വാഗും നമ്മളെ ചെറിയ നടത്തമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട്. നമ്മൾ KGF യാഷിനൊക്കെ ഒരു പ്രത്യേക നമുക്കൊരു സ്വാഗ് നമുക്ക് തോന്നുമല്ലോ. പുള്ളി എന്ത് പറഞ്ഞാലും നമുക്ക് മാസമായിട്ട് തോന്നും. അമ്മാതിരി ഒരു ഐറ്റം ഉണ്ണി മുകുന്ദനുണ്ട്. അത് ഡയറക്ടേഴ്സ് ഇനി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം. അതിലൊരു ബെഞ്ച് മാർക്ക് മൂവി തന്നെയാണ് മാർക്കോ. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. തിയേറ്ററുകളിൽ ഇനി കുറച്ച് സീൻസൊക്കെ ഞാൻ കൂടുതൽ സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല. സെക്കൻഡ് ഹാഫ് എല്ലാം പ്യുവർ ബ്ലഡ് ഷെഡാണ്. അതുകൊണ്ട് തന്നെ ചില സീൻസൊക്കെ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ പടം കാണുക, വർത്തായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ആയിട്ട് പോവാതിരിക്കുക. ഫാമിലി ആയിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ അയ്യപ്പനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലി ഒക്കെ ആയിട്ട് വന്ന ടീമുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയാതെ. നമ്മുടെ തിയേറ്ററിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഡൈജസ്റ്റ് ആവില്ല, ഉറപ്പായിട്ടും ഡൈജസ്റ്റ് ആവില്ല. അതല്ലാതെ നമ്മുടെ പയ്യന്മാരൊക്കെ കൂട്ടി, നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിനൊക്കെ കൂട്ടി കണ്ടു തീർക്കാൻ പറ്റിയ ഒരു അട്ടാറ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് മാർക്കോ. അതുപോലെ ഡയറക്ടർ ഹനീഫ് അദേനി ഒരു ഹാറ്റ്സ് ഓഫ് ശരിക്കും അർഹിക്കുന്നുണ്ട്. കാരണം മിഗായിൽ എന്ന് പറയുന്ന മൂവി എനിക്ക് പേഴ്സണലി വർക്കാവാത്ത ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടിട്ടുള്ള മൂവിയാണ്. തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ എന്തുകൊണ്ടാണെന്നറിയില്ല, വർക്കായില്ല. അതിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ, മാർക്കോയിലേക്ക് വരുമ്പോൾ, ആസ് എ ഡയറക്ടർ പുള്ളി ഏത് ലെവലിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് പാൻ ഇന്ത്യൻ പടമായിട്ട് ഇതിനെ എടുത്തു വയ്ക്കാൻ പാകത്തിനൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പുള്ളി ചില്ലറ വർക്കൊന്നുമല്ല ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. ഓരോ സീനും നമുക്കിങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാമെന്നൊക്കെ പറയില്ല, അമ്മാതിരി ഷോർട്ട്. ഒരു അമൽ നീരദ് മൂവിയൊക്കെ നമ്മൾ കണ്ടിറങ്ങുമ്പം നമുക്കൊരു ഫീൽ കിട്ടും. എന്താ ഫ്രെയിം, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വാലിബൻ ഇതിലൊക്കെ എടുക്കുകയാണെങ്കിലും നമുക്ക് ഷോട്ടുകൾ നമുക്കിങ്ങനെ
റിച്ച് ആയിരിക്കും. അതുപോലത്തെ ഐറ്റം അത്രയ്ക്ക് വർക്ക് ചെയ്തിട്ടുള്ള നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു ടീം വർക്ക്, ഒരാളെ വെച്ച് പറയുന്നത് ശരിയല്ല, ഒരു ടീം വർക്കായിട്ട് തന്നെ മൂവി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പടം ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ടൈം കിട്ടി ഒന്നും കൂടെ പോകും, ആ രീതിയിലുള്ള മേക്കിംഗ് ആണ്. അതുപോലെ മിഖായൽ മൂവിയായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു സീൻ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഡയറക്ടർ അങ്ങനെ ഒരു സീനായിട്ട് നമുക്ക് തന്നിട്ടുള്ളൂ. അത് വേറെ ലെവലായിരുന്നു. നമ്മളത് കാണുമ്പോൾ ആ മൂവിയിൽ അങ്ങനെ ആലോചിക്കും നമ്മൾ. ജസ്റ്റ് കണ്ടവർക്ക് അറിയാം. ആ മൂവി നീ ഓർമ്മയില്ലെങ്കിലും അതിലെ ചെറിയൊരു സീൻ നമുക്ക് സിദ്ദീഖ് ഖാൻ്റെ ഒരു സീനുണ്ട്. ഞാൻ പറയുന്നില്ല സ്പോയിലർ ആയതുകൊണ്ട്. അതിൻ്റെ റെഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര ഫീലായിരുന്നു അത് വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷൻ ചെയ്തിരിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് നമുക്ക് അത്രയും ടച്ച് ചെയ്യുന്നൊരു എൻഡിങ്ങിലാണ്. പിന്നെ പ്രത്യേകിച്ച് ടെയിലെൻഡ് എന്ന് പറയാൻ മാത്രം പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കങ്ങനെ വലിയൊരു കണക്ഷനൊന്നും അതിൽ ഫീൽ ചെയ്യില്ല. പക്ഷെ ടൈറ്റിൽ കാർഡ് കാണിച്ച് ടെയിലെൻഡ് വരെയൊക്കെയുള്ള പടത്തിൻ്റെ ലെങ്ത്തിൽ അത്യാവശ്യം ലെങ്ത്തുള്ള മൂവി തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരു ലാഗും ഫീൽ ചെയ്തില്ല. എന്തായാലും ഉഷാറ് പടം. ഇതുപോലത്തെ മൂവീസ് ഇനിയും വരട്ടെ. പുതിയ പുതിയ ജേണേഴ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം മലയാളത്തിൽ. ഓക്കെ, അപ്പോൾ അടുത്ത റിവ്യൂവിൽ കാണാം.